അയർലൻഡ് പരമ്പരയിലേക്ക് പോകുന്ന ഇന്ത്യൻ ടീമിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സെലക്ടർമാർ വരുത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ടീമിന്റെ ക്യാപ്റ്റൻസിയിലാണ്. നിലവിലെ T20 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന് വിശ്രമം അനുവദിച്ചുകൊണ്ട് മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യരെയാണ് ഇന്ത്യൻ ടീമിന്റെ പുതിയ നായകനായി നിയമിച്ചിരിക്കുന്നത്. ശ്രേയസ് അയ്യരുടെ നായകത്വത്തിന് കീഴിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിത്. ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി യുവതാരം തിലക് വർമ്മയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഭാവി നായകന്മാരെ വാർത്തെടുക്കുകയെന്ന BCCIയുടെ നയത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ഇവർക്ക് പുറമെ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് ഉയർന്നു വന്ന മിന്നും പ്രതിഭയായ 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയും ഇന്ത്യൻ സീനിയർ ടീമിൽ ഇടം നേടിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. പ്രായത്തെ വെല്ലുന്ന കളിമികവുള്ള വൈഭവിന് അന്താരാഷ്ട്ര തലത്തിൽ തന്റെ കഴിവ് തെളിയിക്കാനുള്ള വലിയൊരു വേദിയായിരിക്കും ഈ പരമ്പര. സീനിയർ താരവും യുവരത്നവും ഒത്തുചേർന്ന ഒരു ശക്തമായ നിരയാണ് അയർലൻഡിൽ ആരാധകർക്ക് കാണാൻ കഴിയുക. ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആവേശത്തോടെ ജൂൺ 26-നായി കാത്തിരിക്കുമ്പോഴും ഈ പരമ്പര നടക്കുമോ എന്ന കാര്യത്തിൽ ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അയർലൻഡിൽ നിലവിൽ രൂപപ്പെട്ടിട്ടുള്ള ആഭ്യന്തര വംശീയ കലാപങ്ങളാണ് ഇതിന് പിന്നിലെ കാരണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രമസമാധാന നില തകരാറിലായ സാഹചര്യത്തിൽ ഇന്ത്യൻ കളിക്കാരുടെ സുരക്ഷ മുൻനിർത്തി പരമ്പര ഉപേക്ഷിച്ചേക്കുമെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഏതൊരു അന്താരാഷ്ട്ര ടൂറിലും കളിക്കാരുടെ സുരക്ഷയ്ക്കാണ് BCCI ഒന്നാം സ്ഥാനം നൽകുന്നത്. അയർലൻഡ് ക്രിക്കറ്റ് ബോർഡും അവിടുത്തെ ഗവൺമെൻറ്റും നൽകുന്ന സുരക്ഷാ ഉറപ്പുകൾ പരിശോധിച്ച ശേഷമേ ഇന്ത്യൻ ടീം പര്യടനവുമായി മുന്നോട്ട് പോകൂ. പരമ്പര മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായി മറ്റൊരു വേദിയിലേക്ക് മാറ്റുകയോ ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. എങ്കിലും എല്ലാ പ്രതിസന്ധികളും മാറി മത്സരം കൃത്യസമയത്ത് തന്നെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ. മലയാളി താരം സഞ്ജുവിനെ സംബന്ധിച്ച് തൻ്റെ അന്താരാഷ്ട്ര കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള മാറ്റവും അവിടെ ഉണ്ടാക്കിയ റൺവേട്ടയും അദ്ദേഹത്തിൻ്റെ കരിയറിന് പുതിയൊരു ദിശാബോധം നൽകി. അയർലൻഡ് പരമ്പര നടക്കുകയാണെങ്കിൽ 1500 റൺസ് എന്ന നാഴികക്കല്ല് മറികടന്ന് സഞ്ജു വീണ്ടും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നെടുംതൂണായി മാറുന്നത് നമുക്ക് കാണാം. പുതിയ നായകൻ ശ്രേയസ് അയ്യരുടെ തന്ത്രങ്ങളും യുവനിരയുടെ ആവേശവും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പേരൊന്നും കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഈ പരമ്പര ഒരു ദൃശ്യവിരുന്ന് തന്നെയായിരിക്കും സമ്മാനിക്കുക. സുരക്ഷാ ഭീഷണികൾ ഒഴിഞ്ഞുമാറി മത്സരം യഥാസമയം നടക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം.